അപ്പം നമുക്കിഷ്ടമുള്ളതായിരുന്നു നമ്മൾ മാക്സിമം ചെയ്യാൻ നോക്കുക. സമയമില്ലാന്ന് പറഞ്ഞിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ നിന്നാൽ അതിനേ സമയം ഉണ്ടാവും, ഒന്നും ചെയ്യലുണ്ടാവില്ല. ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിൻ മധുരയിലേക്ക് കൊമ്പ് ഇറക്കാം. അതുവരെ ഇനി ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൊതുകടി വേണം. കുറേ നേരം കൊതുകടി കൊണ്ട് എന്നിട്ട് ആടുന്ന് അടുത്തേരം എണീറ്റ് പോയി ചായയെല്ലാം കുടിച്ച് ഈടെത്തിയെടുത്ത് ഇപ്പം നമ്മൾ കോയമ്പത്തൂർ തന്നെയാണോ ഇല്ലയെന്നെല്ലാം തോന്നിപ്പോ. ഫുള്ള് ഇന്ത്യക്കാർ ഒരു നോർത്തിലെത്തിയ ഫീലായി ഫുള്ള്. ഈ വരുന്ന ട്രെയിനിൽ നമുക്ക് ഇനി പോകണ്ടേ. ഇതിനെന്തായാലും ഓടിപ്പിടിച്ചു പോകേണ്ട കാര്യമില്ല, കാരണം നമ്മൾ സ്ലീപ്പർ എടുത്തിന്. ഈ മിറർ കണ്ടാലും ഒരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്തില്ലൊരു സമാധാനം കിട്ടൂല. ഫോട്ടോയിലെടുത്ത് ഒരു 1:30 ആകുമ്പോഴേക്കും മധുരക്ക് എത്തി. മധുര എത്തിയിട്ട് നോക്കുമ്പോൾ ആടുന്ന് നല്ല കട്ട പോസ്റ്റ് എടുത്ത് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിന്. അതുവരെ ആടെ ഇടുന്ന നല്ലോണം കൊതുകടിയുണ്ട്. ഫാൻ്റെ ഹോട്ടലിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും രാമേശ്വരത്തിന്. രാമേശ്വരത്തി ആടെന്ന് വെയിറ്റിംഗ് ഹാളിൽ പോയിട്ട് കൂളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സെല്ലാം മാറി നേരെയാണ് പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോക്കാരുണ്ടാവും. ഓട്ടോക്കാർ 150 100 എല്ലാം പറയും. പക്ഷേ നിങ്ങൾ പോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. മാക്സിമം ബസ്സിന് പോവുക. ബസ്സിന് വെറും 10 രൂപ ഉണ്ട്. അവിടെ 2.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അമ്പലത്തിലെത്തി. അമ്പലം കാണാൻ അടിപൊളിയാണ്. അമ്പലത്തിനുള്ളിൽ കേട്ട് നമ്മളെ കാര്യം മനസ്സിലായി. ഇത് ശരിയായൊരു ലൂപ്പാണ്. ലൂപ്പ് ഒരു രക്ഷയില്ലടോ. കറങ്ങി ഏകദേശം ഒരു വഴിയായി. ഒരു 1/2 മണിക്കൂർ കറങ്ങിയിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങി. ആ ലൂപ്പിൽ പുറത്തിറങ്ങി. അമ്പലത്തെ ഉള്ളെല്ലാം കാണാൻ അടിപൊളിയാണ്. നല്ല പോസിറ്റീവ് വൈബ് തന്നെയാണ്. നടന്ന് കാണാൻ മാത്രമുണ്ട്. ഒരുപാടുണ്ട് ഇവിടെ പണിത്തരങ്ങളെല്ലാം ആയിട്ട്. അവിടുന്ന് പുറത്തിറങ്ങി പിന്നെ ഒരു റൗണ്ട് ചുറ്റി പിന്നെ അവിടെ നിന്ന് നേരെ ധനുഷ്കോടിയിലേക്ക് പോകാനുള്ള ബസ്സും കയറി. ധനുഷ്കോടി ഇന്നറിയപ്പെടുന്നത് പ്രേതം നഗരുന്ന പേരിലാണ്. പക്ഷേ ഇത് 1964 ഡിസംബർ 22 മുന്നേ വരെ ഇതൊരു ജനവാസയോഗ്യ സ്ഥലമാണ്. ഇവിടെ റെയിൽവേ സ്റ്റേഷനും സ്കൂളും പോസ്റ്റ് ഓഫീസും പോർട്ടും എല്ലാം ഉള്ള ഒരു നഗരമായിരുന്നത്. അന്നത്തെ ആ ഒരൊറ്റ ദിവസത്തെ രാത്രി കൊണ്ട് ഈ നഗരം തന്നെ ഇല്ലാതായി. കുറച്ച് നേരം വീടെത്താൻ, അതുകൊണ്ട് നല്ല വെയിലായി. ഇനി എന്തായാലും ഇവിടെ എടുക്കാൻ പറ്റില്ല. ഇനി രാമേശ്വരം പോയി റൂം എടുത്തിട്ട് ബാക്കി പിന്നെ